നമസ്കാരം. തമിഴ്നാടിന്റെ ഇലക്ഷന്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാലിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. 2011 തൊട്ട് കൊളത്തൂരിൽ മത്സരിക്കാൻ തുടങ്ങിയ സ്റ്റാലിൻ ഉണ്ടല്ലോ, ഇപ്പൊ 10,000 വോട്ടിന് പിന്നിൽ നിൽക്കുകയാണ്. നമുക്കറിയാം 6 റൗണ്ടിൽ വരെ പിണറായി വിജയൻ ധർമ്മടത്ത് പുറകിലായിരുന്നു. പക്ഷേ 7ാം റൗണ്ടിന് ശേഷം പിണറായി കയറി വരുന്നു, ഒരു 10,000 വോട്ടിനോളം ലീഡ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ 6 റൗണ്ടിനെങ്കിൽ 6 റൗണ്ടിന് അതിന് പിന്നിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ധർമ്മടത്ത് പിണറായി വിജയനെ പിന്നിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയൻ തോറ്റു എന്നത് തന്നെയാണ്. അതിനിപ്പോ എങ്ങനെ ആരെന്ത് പറഞ്ഞാലും ശരി, അത് സത്യമായിട്ടുള്ള കാര്യം. രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോഴേക്കും പിണറായി വിജയൻ തോറ്റു എന്നതിന്റെ അർത്ഥം തന്നെയാണ്. മന്ത്രിമാർ എത്ര പേരാണ് പരാജയപ്പെടുന്നത്, അതേ അവസ്ഥയാണ് നിലവിൽ DMKക്ക് സ്റ്റാലിൻ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, സ്റ്റാലിൻ ഇപ്പോഴും 10,000 വോട്ടിന് പിന്നിലാണ് കുളത്തൂരിൽ എന്നതും കൂടി ആലോചിച്ച് നോക്കണം. TVK കാൻഡിഡേറ്റ് ആയ VS ബാബുവിന്റെ പിന്നിലെയാണ് സ്റ്റാലിൻ നിൽക്കുന്നത്. ഈ TVK സ്ഥാനാർത്ഥിയായ VS ബാബു മുൻ DMK ലെജിസ്ലേറ്റർ കൂടിയായിരുന്നു. അപ്പോൾ മുൻ DMK ലെജിസ്ലേറ്റർ TVKയിലോട്ട് മാറിയതിനു ശേഷം DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ 10,000 വോട്ടിന് നിലവിൽ പിന്തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തമിഴ്നാട് സംഭവിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഐ എം ഫൈൻ. VD സതീശൻ പറഞ്ഞ പോലെ തന്നെ 100 വോട്ടിന് മുകളിൽ ജയിക്കുമെന്നും അല്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു, അല്ലെങ്കിൽ VD സതീശൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് സംസാരിച്ചു എന്നതിനെ പറ്റി എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ എനിക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ ഒന്ന് പറ. 2 മാസം പ്രായമുള്ളൊരു പാർട്ടി ആദ്യമായിട്ടൊരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ തൂത്തുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. ആ രീതിയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഞാൻ പറയുന്നത്, വിജയ് എഫക്റ്റിനേക്കാൾ ഉപരി വിജയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേറെ ആര് നിന്നാലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് TVK മാറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. വിജയ് നിൽക്കുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് പെരമ്പൂരിലും ഒന്ന് തൃച്ചി ഈസ്റ്റിൽ. പെരമ്പൂരിലും തൃച്ചിയിൽ ഏകദേശം പെരമ്പൂരിൽ 10,000-ത്തിനടുത്ത് ലീഡ് എത്തുന്നു. തൃച്ചി ഈസ്റ്റിൽ എനിക്ക് തോന്നുന്നു 13,000 കഴിഞ്ഞു. ഇപ്പോൾ സമയം 2:40 ഉച്ചയ്ക്ക്. അങ്ങനെ ഒരു 5 ഫിഗേഴ്സിലേക്ക് വിജയ് 2 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അറിയില്ല, പെരമ്പൂരിലായിരിക്കാം വിജയ് നിൽക്കാൻ സാധ്യത. തൃച്ചി ഈസ്റ്റ് വിടുമായിരിക്കുമെങ്കിൽ പകരം ആര് തൃശ്ശ വരുമോ അറിയില്ല. ചോദ്യങ്ങളാണ്, രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു അവസ്ഥ ഭയങ്കരമായ പരിതാപകരമായ അവസ്ഥയാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഉദയനിധിയൊക്കെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. സ്റ്റാലിൻ തീർന്ന്, അതായത് DMK തീർന്ന്. ഒരു വൈറൽ റീൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്റ്റാലിൻ ഇങ്ങനെ കാറിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഫിനിഷ് എന്ന് കാണിച്ചത്, അത് സ്വന്തം കുഴി കുഴിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ്. ലൈക്ക് DMK ഈസ് ലിറ്ററലി ഔട്ട് ഓഫ് ദ ഗെയിം. 3ാം സ്ഥാനത്താണ് DMK. ഫസ്റ്റ് TVK, സെക്കൻഡ് AIDMK, 3 DMK. ഭരിക്കുന്ന, ആലോചിച്ച് നോക്കണം, ഭരിക്കുന്ന പാർട്ടി, തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. എത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ജനങ്ങൾ ഒരു പുതിയ പാർട്ടി വന്നപ്പോഴേക്കും അവരെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുകയാണ്. കാരണം ഇവരെങ്കിലും ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ അഴിമതി നിറഞ്ഞ ഭരണത്തെ മാറ്റുക എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഇൻ വിജയ്സ് വേർഡ്സ്. അതായിരിക്കും ചിന്ത എന്നതുപോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഭയങ്കരമായ രീതിയിലുള്ള ചേഞ്ചാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ മുന്നോട്ട് വരുമായിരിക്കാം, സ്റ്റാലിൻ ജയിക്കുമായിരിക്കാം. പക്ഷേ 10,000 വോട്ടിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി 10,000 വോട്ടിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ പോലും ഞാൻ ഇമ്മാതിരൊരു സീൻ കാണൂല. നായകൻ ജയിക്കാൻ വേണ്ടിയിട്ട്, നായകൻ്റെ പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് വില്ലൻ കാൻഡിഡേറ്റ്, അത് മുഖ്യമന്ത്രിയായിരുന്ന വില്ലൻ കാൻഡിഡേറ്റ് 5 അക്കത്തിനൊക്കെ തോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പോലും അവർ ആലോചിക്കുക ഇതിലെന്തോ ലോജിക്കൽ പ്രശ്നമുണ്ടല്ലോ എന്ന്. പക്ഷെ ഇവിടെ പോലും അങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഞെട്ടൽ, ഇതിൻ്റെ ആഘാതം എത്രമാത്രമാണ്. തമിഴ്നാട് ജനത 2 കൽപ്പിച്ചല്ല 4 കൽപ്പിച്ചാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ കൽപ്പിച്ചിറങ്ങി കളിച്ച ഇലക്ഷനാണ് 2026. തമിഴ്നാട്ടിൽ പോളിംഗ് കൂടിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പോളിംഗ് കൂടിയപ്പോൾ, അന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, പോളിംഗ് കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് SIR എഫക്റ്റിനേക്കാളും ഒക്കെ ഉപരി ഇതിനകത്ത് എന്തോ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇത്ര വലിയൊരു ഭരണവിരുദ്ധ വികാരമാവുമെന്ന് സത്യമായിട്ടും വിചാരിച്ചില്ല. അത് അത്ര വലിയൊരു ട്രെൻഡിലേക്ക് പോകുന്നു. സ്റ്റാലിന് ജയിക്കാൻ പറ്റുന്നില്ല. സ്റ്റാലിന് പിന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.